നഴ്സിംഗ് കഴിഞ്ഞ ഒരാൾ ഞാൻ ഇനിയും പറയാൻ പോകുന്ന കോഴ്സുകളെ കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ കരിയർ ഗ്രോത്ത് ഉറപ്പായിട്ടും ഉണ്ടാവില്ല. ഏതൊക്കെയാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. വെൽക്കം ടു ഡേ 6 ഓഫ് 30-day നഴ്സിംഗ് കരിയർ സീരീസ്. ഇന്ന് നമുക്ക് BSc നഴ്സിംഗ് കഴിഞ്ഞ ഒരാൾക്ക് കരിയർ ഗ്രോത്തിന് വേണ്ടി നല്ല സാലറി ലഭിക്കാൻ, നല്ല ജോലി സാധ്യതകൾ ഉണ്ടാകാൻ ഏതൊക്കെ ബ്രിഡ്ജ് കോഴ്സസ് ചെയ്യാമെന്ന് മനസ്സിലാകാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് NPCC ആണ്, അതായത് നേഴ്സ് പ്രാക്ടീഷണർ ഇൻ ക്രിട്ടിക്കൽ കെയർ. ഇതിലൂടെ ICUവിൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാനും കേസ് ഡയഗ്നോസിസ് ആൻഡ് പ്രിസ്ക്രിപ്ഷൻ ഉള്ള അതോറിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നു. രണ്ടാമത് PG ഡിപ്ലോമ ഇൻ സ്പെഷ്യലൈസേഷൻ കോഴ്സസ്, അതായത് നിങ്ങൾക്ക് എമർജൻസി മെഡിസിൻ, ഓൺകോളജി, പീഡിയാട്രിക്സ് ആൻഡ് OT നഴ്സിംഗ് ഇവയെല്ലായിടത്തും നിങ്ങൾക്ക് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനും ഇവിടെയെല്ലാം നിങ്ങൾക്ക് ജോലി സാധ്യതകൾ കൂടാനും ഈ കോഴ്സസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നു. മൂന്നാമത് നമ്മൾ പറയാൻ പോകുന്നത് MBA ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ്. നിങ്ങൾക്ക് നോൺ ക്ലിനിക്കൽ ആൻഡ് ലീഡർഷിപ്പിനോടാണ് കൂടുതൽ താല്പര്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു ഹോസ്പിറ്റലിലെ CEO വരെ ആകാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. നഴ്സിംഗ് കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കോഴ്സുകളും അതിന്റെ കൂടെ നിങ്ങൾക്ക് വേണ്ടി ഒരു കരിയർ ലാഡർ തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് ലഭിക്കുന്നതിനായി നമ്മുടെ കമന്റ് ബോക്സിൽ കരിയർ എന്ന് ടൈപ്പ് ചെയ്യൂ, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഞാൻ അയച്ചു തരാം. നാലാമതായിട്ട് PG ഡിപ്ലോമ ഇൻ പബ്ലിക് ഹെൽത്ത്. നിങ്ങൾക്ക് പബ്ലിക് ഹെൽത്ത് സെക്ടറിൽ, അതായത് ഡിസീസ് പ്രിവെൻഷൻ, റിസർച്ച് ആൻഡ് ക്ലിനിക്കൽ സെക്ടറിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ചൂസ് ചെയ്യാം. അടുത്തത് MSc നഴ്സിംഗ്. നിങ്ങൾക്ക് ക്ലിനിക്കൽ ഫീൽഡിലും ടീച്ചിങ് ഫീൽഡിലും ഒരേപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ് MSc നഴ്സിംഗ്. ആറാമതായിട്ട് DNP ഡോക്ടറേറ്റ് ഇൻ നഴ്സ് പ്രാക്ടീഷണർ. ഇത് കാനഡ ആൻഡ് USA ബേസ്ഡ് കോഴ്സാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ആ രാജ്യങ്ങളിൽ പ്രിസ്ക്രിപ്ഷൻ ആൻഡ് ഡയഗ്നോസിസ് അതോറിറ്റി ലഭിക്കുന്നു. അടുത്ത വീഡിയോയിൽ MSc നഴ്സിംഗ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കരിയറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.